اللهم إني أسألك الهدى والتقى والعفاف والغنى. اللهم അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ഹുദാ, റബ്ബേ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു റബ്ബേ, വത്തുഖാ തഖ്വയെ ചോദിക്കുന്നു റബ്ബേ, വൽ അഫാഫ അഫാഫിനെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, വൽ ഗിന ധന്യതയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. ഇതിൽ ഇഫ്ഫത്ത് എന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതെങ്കിലും ഇതിൽ ഉപയോഗിച്ച 4 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു. അതിലൊന്നാമത്തത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണമേ. കാരണം ഏതൊരു വിഷയത്തിലും ഹിദായത്ത് ലഭിച്ചാലേ അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഹുദാ എന്നതിന് അറബി ഭാഷയിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങളിൽ ഒന്ന് അൽ ഇൽമു, അറിവാണ്. ഹുദാ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. അറിവുണ്ടെങ്കിലേ നമുക്ക് ആ മേഖല ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഠിക്കണം, അറിവ് നേടണം. റബ്ബേ നീ എനിക്ക് അറിവ് നൽകണേ, ഏതൊരു വിഷയത്തിലെയും ശരിയായ വഴി കാണിച്ചു തരണമേ. അങ്ങനെ ശരിയായ വഴി അതിൽ ലഭിച്ചാൽ അതിൽ തഖ്വ പാലിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഉടനെ തന്നെ വത്തുഖാ, ആ ഇൽമ നേടിക്കഴിഞ്ഞാൽ ആ ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണമേ. അതാണ് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് അത് ഹുദയാണ്. അപ്പോൾ ഹുദ ഉപകാരപ്പെടുന്നത് തഖ്വയുള്ളവർക്കാണ്. തഖ്വയോടുകൂടി ജീവിക്കണമെങ്കിലോ ഹുദ നിർബന്ധമാണ്. അങ്ങനെ നീ എനിക്ക് തഖ്വ തന്നാൽ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൽ അഫാഫ, അല്ലാഹുവേ ഇഫ്ഫത്ത് നൽകണേ. അഥവാ ഹലാല് മാത്രം മതി എനിക്ക്, ഹറാമ് വേണ്ട. അതുകൊണ്ടാണ് കടം വീടാനുള്ള പ്രാർത്ഥനയിൽ പോലും ഉപയോഗിക്കപ്പെട്ട പദം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് കടം വീടാനുള്ള, ആ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് കടം വീട്ടണമേ എന്ന വാക്കതിലില്ല. മറിച്ച് എന്താ ഉള്ളത്? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ ഹറാമിനെ ഒഴിവാക്കിയിട്ട് ഹലാല് മാത്രം മതിയാകുന്ന ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ. കാരണം പലപ്പോഴും ആളുകൾ കടം വാങ്ങേണ്ടി വരുന്നത് ഈ ഒരു ഇഫ്ഫത്ത് എന്ന സ്വഭാവം നഷ്ടപ്പെടുമ്പോഴാണ്. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, നിന്റെ ഫദ്ല് കൊണ്ട് നീ എനിക്ക് ധന്യത നൽകണം, മറ്റൊരാളോ ആശ്രയിക്കാത്തൊരവസ്ഥ നീ എനിക്ക് നൽകണമേ. അതുകൊണ്ടാണ് ഇഫ്ഫത്തിന് ശേഷം ഉടനെ തന്നെ പറഞ്ഞത് വൽ ഗിന, നീ എനിക്ക് ഗിന നൽകണം. ഗിന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഗിന എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവലല്ല, വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിന് മതിയായി എന്ന് തോന്നുന്ന അവസ്ഥയാണ്. എനിക്കെൻ്റെ ഭാര്യ മതി, എനിക്ക് ഹലാലായ സമ്പത്ത് മതി, എനിക്ക് സ്വഭാവം മതി, എനിക്ക് ആരാൻ്റെത് വേണ്ടതില്ല, ഇങ്ങനെ തുടങ്ങി ഹറാമിനെ ഒഴിവാക്കി ഹലാലിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന മാനസികാവസ്ഥ. അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ഈ പ്രാർത്ഥനയിൽ അല്ലാഹുവിൻ്റെ റസൂൽ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നിരന്തരമായി ചെല്ലണം. ഇഫ്ഫത്ത് എന്ന മഹനീയ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുകയും വേണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.